എത്രമാത്രം ഗ്ലോബൽ മീറ്റാണ് ഇവിടെ നടന്നത്. UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. ഇവിടെ യുവത്വത്തിന് ജോലിയില്ല. എസ്പെഷ്യലി പ്രൊഫഷണലായി പഠിച്ചവർക്കും നല്ല വിദ്യാഭ്യാസം ചെയ്തവരുടെ ഇടയിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേരളത്തിൽ. ട്രേഡ് യൂണിയൻ്റെയൊക്കെ വല്ലാത്ത പിടിവാശിയുണ്ട്, പിടിവാശിയുണ്ട് പല കാര്യങ്ങളിലും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എന്തെങ്കിലും പഠനങ്ങളോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ, പഠനം വേണ്ട, പ്രോജക്റ്റുകളോ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ടോ? നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ്. സാർ നമസ്കാരം. നമ്മുടെ കേരളത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്നത്, അതായത് യുവാക്കൾക്കിടയിൽ പോലും എന്തുകൊണ്ട് കേരളത്തിൽ വ്യവസായം തഴച്ച് വളരുന്നില്ല എന്നതാണ്. കേരളത്തിൽ ഒരു 35 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്ക് തൊഴിലില്ലാത്തവരുണ്ടെന്ന് കണക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ചെറിയ ചെറിയ തൊഴിലുണ്ട്. തൊഴിൽ മീൻസ് അവർ പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്യുന്നു, അല്ലാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തവരും തൊഴിൽ കാത്തിരിക്കുന്നവരാണ് ഞാനീ പറയുന്നത്. സർക്കാർ ജോലിയൊക്കെ കാത്തിരിക്കുന്നവർ. പക്ഷേ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകളെന്നുള്ള അർത്ഥത്തിൽ പറയാം. പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയ ക്രിയേറ്റീവായിട്ടുള്ളൊരു സൊസൈറ്റി നമ്മളില്ല. ലോകത്ത് ഒരു രാജ്യത്തും അങ്ങനെയില്ല. യുവത്വത്തെ നഷ്ടപ്പെടുത്തുന്നൊരു സമൂഹമാണ് നമ്മൾ. യുവത്വത്തിന് ജോലിയില്ല. എസ്പെഷ്യലി പ്രൊഫഷണലായി പഠിച്ചവർക്കും നല്ല വിദ്യാഭ്യാസം ചെയ്തവരുടെ ഇടയിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേരളത്തിൽ. 25-ാമത്തെ 26-ാമത്തെ 30 വയസ്സിന് താഴെ വിദ്യാഭ്യാസം ചെയ്തതിന് ശേഷം, 30 വയസ്സുകൊണ്ട് വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം 40-45 വയസ്സ് വരെ കാത്തിരിക്കും. റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ 45 വയസ്സ് വരെ കാത്തിരിക്കും. PSC ടെസ്റ്റ് എഴുതിയിട്ട് ലിസ്റ്റിൽ വന്നാൽ പിന്നെ അത് അപ്പോയിൻമെൻ്റ് ആവാൻ കാത്തിരിക്കും. അങ്ങനെ ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ ഇവിടെ വ്യവസായങ്ങളാണ് ശരിക്കും വരേണ്ടത്. കെൽട്രോൺ നമ്മൾ തുടങ്ങി. ഇന്ത്യയിൽ ഒരിടത്തും കെൽട്രോൺ ഇല്ലായിരുന്നു. കെൽട്രോൺ പോലുള്ള സംവിധാനം ഇല്ലായിരുന്നപ്പോഴാണ് ഏഷ്യയിലെ ഏറ്റവും നല്ല വലിയ പ്രമുഖനായിട്ടുള്ള KPP നമ്പ്യാർ സാറെ വെച്ച്, കണ്ണൂർക്കാരനാണ് അദ്ദേഹത്തിന് വെച്ച് നമ്മൾ കെൽട്രോൺ തുടങ്ങി. എല്ലാവരും കൂടെ അതിനെ റെഡിയാക്കി. അവസാനം ആളുകളെല്ലാം ശമ്പളമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി. ഇപ്പം പിന്നെ അവർ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നടത്തുന്നു. ആരുടെ വീട്ടിലും TV ഇല്ലാതിരുന്ന കാലത്താണ് കെൽട്രോൺ വന്നത്. വേറെ ഒരു കമ്പനി മാർക്കറ്റിലില്ല. പിന്നെയാണ് കെൽട്രോൺ. എന്നാൽ ആ കെൽട്രോൺ TV ഇറക്കി. ഇപ്പോൾ കെൽട്രോൺ ആരുടെ വീട്ടിലുമില്ല. കമ്പ്യൂട്ടർ വന്നപ്പോൾ കെൽട്രോൺ കമ്പ്യൂട്ടറിലേക്ക് പോയി. അതും വേണ്ടത്ര മുമ്പോട്ട് പോയില്ല. വേറെ HBയും മറ്റ് കമ്പനികളൊക്കെയാണ് മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കെൽട്രോണിൻ്റെ കഥ. പിന്നെ നമ്മൾ ഓരോ വ്യവസായം എടുത്ത് നോക്കൂ. കശുവണ്ടി വ്യവസായം, കയർ വ്യവസായം, നമ്മൾ ഏത് പാരമ്പര്യ വ്യവസായം എടുത്ത് നോക്കൂ. പരമ്പരാഗത വ്യവസായങ്ങൾ, കൈത്തറി, കശുവണ്ടി, പിന്നെ നമ്മുടെ കയർ, ഇതെല്ലാം നമ്മൾ കുളിപ്പിച്ച് കിടത്തി. ഒന്ന്, നമ്മൾ പ്രൊഫഷണലിസ്റ്റ് അനുവദിച്ചില്ല അതിനകത്ത്. 2, ട്രേഡ് യൂണിയൻ്റെയൊക്കെ വല്ലാത്ത പിടിവാശിയുണ്ട്, പിടിവാശിയുണ്ട് പല കാര്യങ്ങളിലും. മോഡേണൈസേഷനെ നമ്മൾ അനുവദിച്ചില്ല. മെക്കനൈസേഷനെ നമ്മൾ തലതിരിഞ്ഞ് നിന്നു, പറ്റില്ല എന്നുള്ള നിലയിൽ നിന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് കളഞ്ഞു. ഞാനൊരു തമാശ പറയാറുണ്ട്, കമ്പ്യൂട്ടർ പൊട്ടിച്ച് കളയണം, കമ്പ്യൂട്ടർ അംഗീകരിക്കണമെന്ന് പറഞ്ഞ പത്രക്കുറിപ്പ് കൊടുക്കുമല്ലോ, അതെടുത്തത് കമ്പ്യൂട്ടറിലാണെന്നുള്ളൊരു തമാശ പറയാറുണ്ട്. കമ്പ്യൂട്ടർ പ്രിൻ്റ് എടുത്താണ് കൊടുക്കണത് കമ്പ്യൂട്ടറിനെ തകർക്കാൻ. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ പല പുതിയ കാര്യങ്ങൾ വരും. ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. മിഷ്യൻസ് നമ്മൾ കുട്ടനാടുമൊക്കെയാണ്. ഇപ്പോഴും മനുഷ്യരെ കൊണ്ട് മാനുവലായി ജോലി ചെയ്യിക്കുന്നതാണ് നമുക്കിഷ്ടം. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലിസം വന്നില്ല. രണ്ടാമത് 70കൾ വന്നപ്പോൾ, ഇനി ഇതിനകത്ത് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി ഇങ്ങനെ കിടക്കുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? വേറൊരു കാര്യം, നമ്മൾ ആരെങ്കിലും ഇപ്പം നിങ്ങൾ ഒരുപാട് ചാനലുകൾ, ഈ നിങ്ങളുടെ ഈ ചാനൽ മറുനാടൻ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂകളും കാര്യം ധാരാളം യാത്ര ചെയ്യുന്നവരാണല്ലോ. പ്രത്യേകിച്ച് പിന്നെ അമലിൻ്റെ സ്ഥലം വയനാടാണ്. അപ്പോൾ കേരളം മുഴുക്ക യാത്ര ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 100 പേര് ഫാക്ടറിയിലേക്ക് പോകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു 100 അവർ ഇന്ന ഫാക്ടറിയിലേക്ക് പോവുകയാണ് ചെറുപ്പക്കാർ. അല്ലേ കൊല്ലം ജില്ലകളിലൊക്കെ ആയിരുന്നു അങ്ങനെ കാണാൻ സാധിക്കുക. ഇപ്പം അതുമില്ലല്ലോ. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഫുള്ള് ബംഗാളികളെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ബംഗാളികളെ ജംഗ്ഷനുകളിൽ കുറേ ബംഗാളികൾ നിൽക്കും. അല്ലാതെ കാണുന്നുണ്ട്. ആരെങ്കിലും രാവിലെ പാടത്ത് പോകണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ, എന്നാലും കാണാൻ പറ്റുന്നുണ്ടോ? സംഘടിതമായ പുതിയ തലമുറ, പുതിയ ജനറേഷൻ ആരെങ്കിലും ഈ മേഖലയിൽ വല്ലതും പോകുന്നുണ്ടോ? എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പോൾ വ്യവസായങ്ങൾ വരുന്നില്ല. ഒന്നാമത്തെ വിഷയം. ആർക്കും ധൈര്യം പോരാ. ഇപ്പോൾ വ്യവസായം, ഇപ്പോൾ ഗവൺമെൻറ് കുറേ പബ്ലിസിറ്റിയെ കൊടുത്ത് ഞങ്ങൾ വ്യവസായ സൗഹൃദമാണ്, കണക്കുകൾ ഞങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ഇപ്പോഴും ഒരു ശരാശരി മലയാളിക്ക് എന്ത് ധൈര്യം പോരാ? അവരുടെ കയ്യിലുള്ള പണം മുടക്കി ചെയ്യാൻ പോരാ. 70കളിൽ കേരളത്തിൽ 70കളിൽ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ പോയി. 80കളായപ്പോൾ നമുക്ക് പണം വന്ന് തുടങ്ങി. 1 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ വരുന്നത്. 1 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോൾ അത് 1,20,000 കോടി രൂപയായിട്ടുണ്ട്. ഈ പണം വ്യവസായ മേഖലയിൽ പോയിരുന്നെങ്കിലോ
വ്യവസായ മേഖലയിൽ ഏതെങ്കിലും ഒരു ചെറിയ ഫാക്ടറി തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ പിന്നെ പേരിട്ടല്ല ഈ വലിയ മുതലാളി നമ്മൾ ടാറ്റ, ബിർള, അദാനി. ഇപ്പം അദാനിയാണല്ലോ, മറ്റെല്ലാം പോയി ഫാഷൻ. ഇപ്പോൾ അദാനിയാണ് ഫാഷൻ. അദാനി, ബൂർഷ്വ, അങ്ങനെയുള്ള ആളുകൾ. നമ്മളെ പെട്ടിക്കട നടത്തുന്ന ആളുകൾ പെറ്റി ബൂർഷ്വ. അപ്പോൾ ചെറിയ ബൂർഷ്വയാണ്, അവരും ബൂർഷ്വയാണ്. അപ്പോൾ കുഞ്ഞു മുതലാളിമാരെന്നൊക്കെ പേരിട്ട്, മുതലാളി എന്ന പേരൊക്കെ ഇട്ട് ട്രേഡ് യൂണിയൻകാർ, അമ്പല കമ്മിറ്റിക്കാർ, റെസിഡൻസ് അസോസിയേഷൻകാർ, എല്ലാവരും ആ നാട്ടിലുള്ള ആരെല്ലാം അവരെ പോയി ചെറിയ ചെറിയ പിരിവിന് കാര്യങ്ങൾക്ക് ജോലി കൊടുക്കാൻ, രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അവരെ ബന്ധുക്കൾക്ക് ജോലി കൊടുത്തിരിക്കണം, അല്ലെ അവർ പറയുന്ന ആളിനെ അവിടെ ജോലി കൊടുത്തിരിക്കണം, അല്ലെ അതിനെ ഇപ്പോൾ റെഡിയാക്കും. ട്രേഡ് യൂണിയൻ്റെ അങ്ങനെ നമ്മളതിനെ സമ്മർദ്ദപ്പെടുത്തും ഒരു വശത്ത്. രണ്ട് വശത്ത് പേപ്പർ വർക്ക്, അത് ഭയങ്കര ഒരു തമാശയാണ്. പല സംസ്ഥാനത്തും അങ്ങനെ അല്ലെന്നേ. ഒരാൾ വ്യവസായം തുടങ്ങാൻ, ഞാൻ ഇപ്പോൾ പറയണം, ഞാനിത് നമ്മുടെ വ്യവസായ മന്ത്രിക്ക് കൂടി ആരെങ്കിലും അയച്ചു കൊടുക്കണം. വ്യവസായം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു വാട്സപ്പ്, നിങ്ങളൊരു വാട്സപ്പ് ഇടുക, ഒരു എന്താ പറയുക, വാട്സപ്പിലല്ല, മറ്റേ ഇതുണ്ടല്ലോ നമ്മൾ ഈ മൊബൈൽ ആപ്പ്, ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾ ഇൻഡസ്ട്രിയൽ വകുപ്പ് തയ്യാറാക്കുക, പരസ്യം കൊടുക്കുക, എനിക്ക് വ്യവസായം തുടങ്ങണം, ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യും. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ എന്താ ചെയ്യുന്നത്, അങ്ങനെ ക്ലിക്ക് ചെയ്യാം, മിസ് കാൾ പോലെയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് ആരെ കോൺടാക്ട് ചെയ്യും, വിത്തിൻ 24 hours എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ എന്ത് ചെയ്യും, കൊണ്ടുപോയി പരിശീലിപ്പിക്കും. ചുമ്മാ ആദ്യം വ്യവസായം തുടങ്ങണ്ട. നിങ്ങൾ എനിക്ക് വ്യവസായം തുടങ്ങണമെങ്കിൽ ഞാൻ ഉടനെ വ്യവസായം തുടങ്ങണ്ട, ഞാൻ ചില പരിശീലനങ്ങളൊക്കെ പങ്കെടുക്കണം, ചില സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച വ്യവസായമല്ല നടത്തേണ്ട, മറ്റൊരു വ്യവസായമാണ്, എനിക്ക് പറ്റിയത് ഇതല്ല എന്നൊക്കെ എനിക്ക് അതിൻ്റെ ഫീസിബിലിറ്റി മനസ്സിലായി. അതിനുശേഷം എനിക്ക് ലോണ് വേണം, വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റ് വേണം, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഏകജാലമാക്കി എന്നൊക്കെ പറഞ്ഞാലൊക്കെ വലിയ ഉടായ്പാണ് ഇപ്പോഴും. ഇതെല്ലാം കൂടെ ആര് മേടിച്ച് തരണം? ആ ബിസിനസ് എക്സിക്യൂട്ടീവ്. ഞാൻ പണം മാത്രം മുടക്കാൻ പാടുള്ളൂ, ഞാൻ മെൻ്റലി ഹാപ്പി ആയിരിക്കണം. ഇതിപ്പോൾ ഒരാളൊരു സാധനം തുടങ്ങാൻ തുടങ്ങിയാൽ അന്ന് തുടങ്ങി അവൻ്റെ ടെൻഷൻ. BP ഉള്ളവനാണ്. ആന്തൂറിൽ കണ്ടില്ലേ ഒരു വ്യവസായി, എന്താണ് സാജൻ മരിച്ചതിൻ്റെ ന്യായം എന്താണ്? ഫ്ലോർ ബാത്റൂമിൻ്റെ അല്ല ഫ്രണ്ടിലെ ഒരു എന്താണ് വരാന്തയുടെ സൈഡിൽ എന്തോ സ്ഥലം ഇട്ടില്ലെന്നോ കുഞ്ഞെന്തോ കാര്യം പറഞ്ഞിട്ടാണ് സാജൻ മരിച്ചത്. അപ്പോൾ വ്യവസായികളെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. കൊച്ചവസായ ചിറ്റിലപ്പള്ളി ഇവിടെ നിന്ന് ഊരിക്കൊണ്ടുപോയി. പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു സ്ത്രീയെ, ഒരു വനിതയെ ട്രെയിനിൽ വെച്ച്, എന്നോടല്ല അവർ സംസാരിക്കുന്നത്, അടുത്തിരിക്കുന്ന ആളിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ കേട്ടുണ്ട്. ഒരു വർഷത്തോളം ആവുന്നു. അവർ പറയണം, അവർ ഈ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ആവശ്യമുള്ള ചില ടെക്നോളജികൾ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ വളരെ അത്ര വലിയ പ്രായമൊന്നുള്ളവരായിട്ട് എനിക്ക് 50 വയസ്സൊക്കെ തോന്നുമായിരിക്കും കണ്ടാൽ. അപ്പോൾ അവർ മറ്റാളുടെ അടുത്തിരുന്ന് സങ്കടം പറയുകയാണ്. സങ്കടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മതിയായി കേരളം. കാരണം എന്ന് വെച്ചാൽ ഇന്നും ശല്യമാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ കോയമ്പത്തൂർ ചെന്ന് നടത്താൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടത്തിയില്ലെന്നും എനിക്കറിയില്ല, പിന്നെ നമ്മൾ കോൺടാക്റ്റുള്ളതല്ലോ, ഇങ്ങനെ സംസാരിക്കുകയാണ്. കേരളത്തിലെ ഒരുപാട് ആളുകൾ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി വ്യവസായം നടത്തുന്നു, ബിസിനസ് ചെയ്യുന്നു. കേരളത്തിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ IT-യിലൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. IT-യിൽ വന്നാൽ നമുക്കെന്തെന്നേ, ഞാനത് നമുക്കൊരു അമലിനോട് പറയണമെന്നിരുന്നത്, നമുക്ക് വേറൊരു വീഡിയോ ചെയ്യണം. ടെക്നോ പാർക്ക് വന്നല്ലോ ഇവിടെ, ഇൻഫോസിസ്, ഇങ്ങനെ ഇവിടെ നടക്കുന്ന വർക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റിനും രാജ്യത്തിനും എന്ത് ഗുണം കിട്ടുന്നു? നല്ലൊരു ചോദ്യമാണ്. അവർക്ക് ജോലി കൊടുക്കുന്നു, അവൾ സ്ഥലം പണിത് വെച്ച് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വൈദ്യുതി കൊടുക്കുന്നു, സമരമില്ല, അങ്ങനെ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്നു സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി. ടെക്നോ പാർക്കുകൾ പോലുള്ള ക്യാമ്പസുകളൊക്കെ പണിതിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നു. ഈ പ്രോജക്റ്റിൻ്റെ എൻഡ് യൂസർ ആരാണ്? എൻ്റെ ഒരു സംശയമാണ്, ഒരു ന്യായമായ സംശയമാണ്. കൃഷിക്ക് വരുന്നുണ്ടോ? കൃഷി കൂട്ടാൻ, വ്യവസായം, ഇവിടുത്തെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എന്തെങ്കിലും പഠനങ്ങളോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ, പഠനം വേണ്ട, പ്രോജക്റ്റുകളോ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ടോ? അതൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് IT മേഖലയിൽ മാത്രമല്ല, നിങ്ങൾ IT മേഖലയിൽ പണം മുടക്കിയാൽ കൊടുക്കാൻ പറ്റുന്ന നമ്പർ എത്രയാണ്? എത്ര നമ്പർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്? വളരെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു. ഇൻഡസ്ട്രിയൽ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രിക്ക് സ്കോപ്പുണ്ട്. ഇവിടെ പരിസ്ഥിതിക്കും സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങളുണ്ട്, സർക്കാർ ഓഫീസുകളിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ലൈസൻസിൽ മേടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നടത്തുമ്പോൾ മുതൽ പിറ്റേ ദിവസം മുതൽ, ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം മുതൽ അയാൾ ആരാണ്? മുതലാളിയാണ്. നമുക്ക് അയാൾ അത്യാവശ്യം നല്ലൊരു കാറ് മേടിക്കും, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വേണ്ടി ഉടനെ അയാൾ ഓഫീസും കാറും എല്ലാം കണ്ട് അയാളെ നമ്മൾ എഴുതി തള്ളുകയാണ് വലിയ മുതലാളിയായിട്ട്. അങ്ങനെ ഒരു വ്യവസായ അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോഴും ഇല്ല. പല വ്യക്തികളും ചില വ്യക്തികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഗൗരവമായൊരു വ്യവസായ അന്തരീക്ഷമില്ല. ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമല്ല. ഞാനീ പറഞ്ഞ പോലെ വ്യവസായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ അറിയിപ്പ് കിട്ടിയാൽ, അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അറിയിപ്പ് കിട്ടിയാൽ ബിസിനസ് എക്സിക്യൂട്ടീവുകൾ എന്നുള്ള നിലയിൽ, ഫെസിലിറ്റേറ്റർമാരെന്നുള്ള നിലയിൽ അവരെ അങ്ങോട്ട് ചെന്ന് അവരെ ബഹുമാനിച്ച് ആദരിക്കുക. അവർ പണം മുടക്കുന്നവരാണ്.
ബഹുമാനിച്ച് ആദരിച്ച് അവർക്കാവശ്യമായ എല്ലാ പേപ്പർ വർക്കും എല്ലാം ചെയ്തു കൊടുത്ത് യാതൊരു ടെൻഷനും ഇല്ലാതെ ബിസിനസ് ചെയ്യുമ്പോഴാണ് ബിസിനസ് സൗഹൃദമാകുന്നത്, വ്യവസായ സൗഹൃദമാകുന്നത്. പക്ഷെ അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ ഇല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു, കുറേ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു, ചില വ്യവസായ മീറ്റുകളൊക്കെ നടക്കുന്നു. എത്രമാത്രം ഗ്ലോബൽ മീറ്റാണ് ഇവിടെ നടന്നത്, UDF കാലത്തും LDF കാലത്തും. അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നോ ഇവിടെ? ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാദം.